നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മാസഫലമാണ്. പൂരം നക്ഷത്രമാണ്. 2025 മെയ് മാസത്തിലെ ഫലങ്ങൾ നോക്കാം. പൂരം നക്ഷത്രം ജ്യോതിഷത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുള്ള ഒരു നക്ഷത്രമാണ്. ഇത് സർഗാത്മകതയുടെയും അഭിനിവേശത്തിൻ്റെയും ആകർഷണത്തിൻ്റെയും ബുദ്ധിയുടെയും നക്ഷത്രമായി അറിയപ്പെടുന്നു. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ ഉയർന്ന അഭിലാഷമുള്ളവരും തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അത്യധികം ദൃഢനിശ്ചയമുള്ളവരുമായിരിക്കും. അവർക്ക് മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. കൂടാതെ തങ്ങൾക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കുന്നതിൽ അവർ വളരെ വാക്സാമർത്ഥ്യം പ്രകടിപ്പിക്കും. നീതിബോധവും വിശ്വസ്തതയും ഇവരുടെ പ്രധാന സ്വഭാവങ്ങളിൽ പെടുന്നു. ദാനശീലരും മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാൻ കഴിവുള്ളവരുമാണിവർ. ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനാണ്. ശുക്രൻ ഭൗതിക സുഖങ്ങളുടെയും ആസ്വാദനങ്ങളുടെയും കാരകനായതിനാൽ പൂരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ലോകത്തിലെ സുഖ സൗകര്യങ്ങളോടും ആഡംബരങ്ങളോടും ഒരു പ്രത്യേക ഇഷ്ടം കാണും. പൂരം നക്ഷത്രത്തെ ഭഗദൈവത എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഭഗദൈവത സ്നേഹം, സന്തോഷം, വിജയം, ആനന്ദം എന്നിവ വാഗ്ദാനം ചെയ്യുന്ന ഒരു ശക്തമായ നക്ഷത്രമായി കണക്കാക്കുന്നു. ഈ നക്ഷത്രത്തിൻ്റെ പ്രധാന ദേവത ആര്യന്മാരാണ്. അദ്ദേഹം ഉടമ്പടികളുടെയും ഐക്യത്തിൻ്റെയും ദൈവമാണ്. കൂടാതെ ശിവനെയും ഈ നക്ഷത്രത്തിൻ്റെ പ്രധാന ദേവനായി കണക്കാക്കുന്നു. പൂരം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പലപ്പോഴും സർഗാത്മകത, കഠിനാധ്വാനം എന്നിവയുടെ മൂർത്ത രൂപങ്ങളായിരിക്കും. അവർ വിനയമുള്ളവരും സൗഹൃദമുള്ളവരും പതിവ്രതകളും കലകളിൽ അറിവുള്ളവരുമായിരിക്കും. കൂടാതെ അവർക്ക് ദാനധർമ്മ പ്രവർത്തനങ്ങളിൽ ഒരു പ്രത്യേക താല്പര്യവും ഉണ്ടാകും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് നേട്ടങ്ങൾ കാണിക്കാനുള്ള ഒരു പ്രവണതയും ഉണ്ടാകും. ഈ നെഗറ്റീവ് സ്വഭാവം അവർ ശ്രദ്ധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് സാമൂഹിക ബന്ധങ്ങളിൽ കൂടുതൽ ഗുണം ചെയ്യുകയും ചെയ്യും. പൂരം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ സ്വാതന്ത്ര്യത്തെ അത്യധികം വിലമതിക്കുകയും തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നവരെയോ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവരെയോ ഇഷ്ടപ്പെടുകയും ചെയ്യില്ല. അവർ പൊതുവെ സൗമ്യമായി സംസാരിക്കുന്നവരും നല്ല സഹാനുഭൂതിയുള്ളവരുമായിരിക്കും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും അവർക്കൊരു പ്രത്യേക കഴിവുണ്ടാകും. യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഇവർ വിനോദത്തിനും ആവശ്യങ്ങൾക്കും പലപ്പോൾ യാത്രകൾ ചെയ്യാൻ താല്പര്യം കാണിക്കുകയും ചെയ്യും. പൂരം നക്ഷത്രത്തിൻ്റെ മറ്റുള്ളവരുടെ പരിഗണന ചിലപ്പോൾ അഹങ്കാരം, അശ്രദ്ധ എന്നിവയോടുള്ള അവബോധം എന്നിവയിലേക്ക് നയിച്ചേക്കാം. ഈ വ്യക്തികൾ അമിതമായി പണം ചെലവഴിക്കുന്നതും ഇന്ദ്രിയപരമായ സുഖങ്ങളിൽ അമിതമായി മുഴുകുന്നതിനും ബന്ധങ്ങളിൽ സ്ഥിരതയില്ലാത്തവരായിരിക്കുന്നതിനും സാധ്യതയുണ്ട്. ചില ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ ഈ നക്ഷത്രക്കാർ മടിയുള്ളവരുടെ കാര്യങ്ങൾ എളുപ്പത്തിൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരുമായി ചിത്രീകരിക്കപ്പെടുന്നു. 2025 മെയ് മാസത്തിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ നോക്കാം. ഈ മാസം നിരവധി പ്രധാന ജ്യോതിഷ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും. ഈ ഗ്രഹമാറ്റങ്ങൾ പൂരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ ജീവിതത്തിൽ കാര്യമായ സ്വാധീനവും ചെലുത്തും. ബുധൻ 2025 മെയ് 7 മീനൻ രാശിയിൽ നിന്ന് മേടത്തിലേക്ക് സംക്രമിക്കും. ഈ മാറ്റം ആശയവിനിമയ ശൈലിയിൽ കൂടുതൽ വ്യക്തതയും സത്യസന്ധതയും കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. വ്യാഴം ഭാഗ്യത്തിൻ്റെയും വികാസത്തിൻ്റെയും ഗ്രഹമാണ്. മെയ് 14 ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കും. ഈ പ്രധാന സംക്രമണം ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇത് ബുദ്ധിപരമായും ജിജ്ഞാസയെയും പുതിയ അവസരങ്ങളെയും പ്രോത്സാഹിപ്പിക്കും. സൂര്യൻ മെയ് 15 ഇടവൻ രാശിയിലേക്ക് മാറും. ഇത് ആളുകളെ സൗന്ദര്യപരമായ ആസ്വാദനങ്ങളിലേക്കും ശാരീരികമായ അനുഭവങ്ങളിലേക്കും ആകർഷിച്ചേക്കാം. നിഴൽ ഗ്രഹങ്ങളായ രാഹുവും കേതുവും മെയ് 18 രാശി മാറുന്നു. രാഹു മിഥുനൻ രാശിയിൽ നിന്ന് ധനുവിലേക്കും കേതു ചിങ്ങൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് സംക്രമിക്കും. ഈ മാറ്റം ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകൾക്ക് കാരണമാകാം. ബുധൻ 23 വീണ്ടും ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കും. ഇത് ആശയവിനിമയത്തെ കൂടുതൽ നേരിട്ടുള്ളതും യാഥാർത്ഥ്യബോധമുള്ളതുമാക്കും. ശനി കർമ്മത്തിൻ്റെ ഗ്രഹം മെയ് 24 മേടൻ രാശിയിലേക്ക് പ്രവേശിക്കും. ഈ സംക്രമണം ഒരു പുതിയ കർമ്മചക്രത്തിൻ്റെ തുടക്കത്തെ കുറിക്കും. സ്വയം വളർച്ചയെയും വൈദഗ്ധ്യത്തെയും ഊന്നിപ്പറയുകയും ചെയ്യും. ശുക്രൻ സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഗ്രഹം മെയ് 31 മേടൻ രാശിയിലേക്ക് സംക്രമിക്കും. ഇത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൂടുതൽ സാഹസികത കാണിക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചേക്കാം. ചൊവ്വ മെയ് മാസം മുഴുവൻ കർക്കിടകൻ രാശിയിൽ തുടരും. ഇത് തർക്കങ്ങളെ വൈകാരികമായി കൂടുതൽ തീവ്രമാക്കാൻ സാധ്യതയുണ്ട്. മെയ് മാസത്തിലെ പൂരം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ വിശദമായി നോക്കാം. ആഴ്ച തിരിച്ച്. ആഴ്ച 1 മെയ് 1 മുതൽ മെയ് 7 വരെ. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ചൊവ്വ കർക്കിടകൻ രാശിയിലെ തേനീച്ചക്കൂട് നക്ഷത്ര സമൂഹത്തെ കടന്നു പോകുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളിൽ ഊർജ്ജപരമായ ചില മാറ്റങ്ങൾക്ക് കാരണമായിരിക്കും. മെയ് 7 ബുധൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നത് ആശയവിനിമയത്തിൽ കൂടുതൽ വ്യക്തതയും സത്യസന്ധതയും നൽകും. ഈ സമയത്ത് സ്ഥിരമായ പരിശ്രമങ്ങൾക്ക് തൊഴിൽപരമായ അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രോജക്റ്റുകൾക്ക് നേതൃത്വം നൽകാനുള്ള അവസരങ്ങളുണ്ടാകും. എന്നിരുന്നാലും
തിങ്കളാഴ്ച ചില നിരാശകളോ ഊർജ്ജക്കുറവോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ജോലിയിൽ കാലതാമസത്തിന് കാരണമായേക്കാം. ചൊവ്വാഴ്ച മുതൽ കാര്യങ്ങൾ മെച്ചപ്പെടുകയും ബിസിനസ് ഓർഡറുകൾ എളുപ്പത്തിൽ ലഭിക്കുകയും ചെയ്യും. സാമ്പത്തികപരമായി ഈ ആഴ്ച നല്ല സൂചനകളാണ് നൽകുന്നത്. അപ്രതീക്ഷിതമായ സാമ്പത്തിക അവസരങ്ങൾ ഉയർന്നു വന്നേക്കും. മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ മുമ്പത്തെ നിക്ഷേപങ്ങളെക്കുറിച്ച് നല്ല വാർത്തകൾ ലഭിക്കാം. എന്നാൽ തിങ്കളാഴ്ച അമിതമായ ചിലവുകളോ കുറഞ്ഞ വരുമാനമോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ ആഴ്ച സന്തുലിതാവസ്ഥയും ക്ഷേമവും നിലനിർത്തേണ്ടത് പ്രധാനമാണ്. വൈകാരികവും തൊഴിൽപരവുമായ ബാധ്യതകൾ ഊർജ്ജത്തിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾക്ക് കാരണമായേക്കാം. അതിനാൽ മതിയായ വിശ്രമവും ആരോഗ്യപരമായ ശീലങ്ങളും പിന്തുടരുന്നത് ഗുണം ചെയ്യും. കുടുംബ ബന്ധങ്ങളിൽ ഐക്യം നിലനിർത്താൻ തുറന്നതും സത്യസന്ധവുമായ ആശയവിനിമയം നടത്തണം. പ്രണയത്തിൻ്റെ കാര്യത്തിൽ ഈ ആഴ്ച വളരെ നല്ലതാണ്. പ്രണയപരമായ ഊർജ്ജം ശക്തമായി അനുഭവപ്പെടുകയും അത് മറ്റുള്ളവരെ ആകർഷിക്കുകയും ചെയ്യും. വ്യക്തവും സത്യസന്ധവുമായ ആശയവിനിമയം ബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പം വളർത്താൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച സ്ഥിരമായ പരിശ്രമത്തിലൂടെ നല്ല ഫലങ്ങൾ നേടാൻ സാധിക്കും. ചൊവ്വാഴ്ച മുതൽ ഊർജ്ജം മെച്ചപ്പെടുന്നതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. രണ്ടാമത്തെ ആഴ്ച മെയ് 8 മുതൽ 14 വരെ. ഈ ആഴ്ചയിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങളിൽ ഒന്നാണ് മെയ് 12 പൂർണ്ണ പുഷ്പചന്ദ്രൻ. ഇത് പൂര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളിൽ വൈകാരികമായ ചില മാറ്റങ്ങൾക്ക് കാരണമാകും. കൂടാതെ വ്യാഴം മെയ് 14 മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നത് ചിങ്ങൻ രാശിക്കാർക്ക് അവരുടെ അഭിലാഷങ്ങളും സാമൂഹിക ബന്ധങ്ങളിൽ നേട്ടങ്ങൾക്കും കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധിക്കും. തൊഴിൽപരമായി ഈ ആഴ്ച വളരെ അനുകൂലമായി കാണപ്പെടുന്നു. ബുധനാഴ്ച കുടുംബപരമായ ആഘോഷങ്ങളും സന്തോഷങ്ങളും നൽകിയേക്കും. വ്യാഴാഴ്ച പുതിയ ചർച്ചകൾക്കും സംരംഭങ്ങൾക്കും വളരെ നല്ല ദിവസമാണ്. വ്യാഴത്തിൻ്റെ സംക്രമണം 14 ദീർഘകാല നേട്ടങ്ങളും ഗുണകരമായ സൗഹൃദങ്ങളും കൊണ്ടുവരും. സാമ്പത്തികപരമായും ഈ ആഴ്ച നല്ലതാണ്. ബുധനാഴ്ചയിലെ കുടുംബപരമായ ആഘോഷങ്ങൾ അപ്രതീക്ഷിതമായ സാമ്പത്തിക സഹായം നൽകിയേക്കും. വ്യാഴാഴ്ച സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വളരെ നല്ലതാണ്. ലാഭമോ ബോണസോ ലഭിക്കാൻ സാധ്യതയുണ്ട്. വ്യാഴം 11ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നത് വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഈ ആഴ്ച സന്തുലിതാവസ്ഥയും ക്ഷേമവും നിലനിർത്തേണ്ടത് പ്രധാനമാണ്. വ്യാഴാഴ്ചയിലെ ഊർജ്ജപരമായ യോജിപ്പ് വ്യായാമത്തിൻ്റെ പരിധികൾ മറികടക്കാൻ അനുയോജ്യമാണ്. കുടുംബബന്ധങ്ങളിൽ ഐക്യം നിലനിർത്താൻ ഈ ആഴ്ച വളരെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച പഠനത്തിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാം. ബുധനാഴ്ചയിലെ സാമൂഹിക ബന്ധങ്ങൾ പഠന പങ്കാളിയോ ഉപദേഷ്ടാക്കളെയോ കണ്ടെത്താൻ സഹായിച്ചേക്കും. വ്യാഴാഴ്ച വെല്ലുവിളി നിറഞ്ഞ പാഠ്യപദ്ധതികൾ കൈകാര്യം ചെയ്യാൻ പ്രോത്സാഹനവും ഉണ്ടാകും. ആഴ്ച 3 മെയ് 15 മുതൽ മെയ് 21. മെയ് 15 സൂര്യൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് സൗന്ദര്യമായ ആസ്വാദനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കും. ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിഷ സംഭവമാണ് മെയ് 18 രാഹു കേതു സംക്രമം. രാഹു ധനുരാശിയിലേക്കും കേതു മിഥുനൻ രാശിയിലേക്കും മാറുന്നത് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്തും. തൊഴിൽപരമായി ഈ ആഴ്ച സൂര്യൻ്റെ സംക്രമണം കരിയറിൻ്റെ 10ാം ഭാവത്തെ സജീവമാക്കുന്നതിനാൽ ഇത് ശ്രദ്ധാകേന്ദ്രമാകാൻ നല്ല സമയമാണ്. രാഹുവിൻ്റെ 7ാം ഭാവത്തിലേക്കുള്ള സംക്രമണം പുതിയ ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് കാരണമാകും. അതേസമയം കേതുവിൻ്റെ ലഗ്നത്തിലേക്കുള്ള സംക്രമണം ഒരാളെ അമിതമായി സ്വതന്ത്രനാക്കിയേക്കാം. സാമ്പത്തികപരമായി 7ാം ഭാവത്തിലെ രാഹു പങ്കാളിത്തത്തിലൂടെയോ വിദേശ സംരംഭങ്ങളിലൂടെയോ ധനം കൊണ്ടുവന്നേക്കാം. എന്നിരുന്നാലും ലഗ്നത്തിലെ കേതു ധനത്തോടുള്ള ഒരു ധാർഷ്ട്യപരമായ സമീപനത്തിന് കാരണമായേക്കാം. അതിനാൽ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ലഗ്നത്തിലെ കേതു ഊർജ്ജക്കുറവിനോ സ്വയം സംശയത്തിനോ കാരണമായേക്കാം. രാഹുവിൻ്റെ സംക്രമണം കാരണം ബന്ധങ്ങളിലെ സമ്മർദ്ദം ആരോഗ്യത്തെയും ബാധിക്കാം. കുടുംബങ്ങളിലെ ബന്ധങ്ങളിൽ രാഹു 7ാം ഭാവത്തിൽ പുതിയ വ്യക്തികളെ കൊണ്ടുവന്നേക്കാം. എന്നാൽ വ്യക്തിബന്ധങ്ങൾ അസ്ഥിരമായേക്കാനും സാധ്യതയുണ്ട്. ലഗ്നത്തിലെ കേതു ഒരാളെ കൂടുതൽ അന്തർമുഖനാക്കുകയും വൈകാരിക അകൽച്ചയ്ക്ക് കാരണമാക്കുകയും ചെയ്യും. പ്രണയത്തിൻ്റെ കാര്യത്തിൽ രാഹുവിൻ്റെ സ്വാധീനം കാരണം ദാമ്പത്യത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേതുവിൻ്റെ അകൽച്ച പ്രവണത വ്യക്തിബന്ധങ്ങളെയും ബാധിക്കും. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ രാഹു 7ാം ഭാവത്തിൽ മത്സര പരീക്ഷകൾക്കോ വിദേശ വിദ്യാഭ്യാസത്തിനോ ഉള്ള അവസരങ്ങൾ കൊണ്ടുവരും. എന്നിരുന്നാലും ലഗ്നത്തിലെ കേതു സ്വയം സംശയത്തിനോ ശ്രദ്ധ വ്യതിചലിത്താനോ കാരണമായിരിക്കും. 4ാമത്തെ ആഴ്ച മെയ് 22 മുതൽ 31 വരെ. ഈ ആഴ്ചയിൽ മെയ് 23 ബുധൻ ഇടവൻ രാശിയിലേക്ക് സംക്രമിക്കും. മെയ് 24 ശനി മേടൻ രാശിയിലേക്ക് പ്രവേശിക്കും. ഈ മാസത്തിൻ്റെ അവസാനം മെയ് 31 ശുക്രൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കും. തൊഴിൽപരമായി ഈ ആഴ്ചയിൽ 23 ബുധൻ 10ാം ഭാവത്തിൽ സൂര്യനുമായി ചേരുന്നത് അവതരണങ്ങൾക്കും ചർച്ചകൾക്കും മികച്ചതാണ്. സാമ്പത്തികപരമായി ശുക്രൻ 31 മേടത്തിലേക്ക് സംക്രമിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ സാഹസികത കാണിക്കാൻ പ്രേരിപ്പിച്ചേക്കും. വലിയ ചിലവുകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ചൊവ്വ 12ാം ഭാവത്തിൽ ദുർബലനായി തുടരുന്നത് ക്ഷീണത്തിന് കാരണമാകാം. കേതുവിൻ്റെ സംക്രമണം ശാരീരികമോ വൈകാരികമോ ആയ പിൻവാങ്ങലിന് കാരണവുമാകും.
കുടുംബ ബന്ധങ്ങളിൽ ശനിയുടെ മേടത്തിലേക്കുള്ള സംക്രമണം വിവേകത്തിലും വലിയ കാഴ്ചപ്പാടിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കും. ഇത് കുടുംബപരമായ തീരുമാനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്യും. പ്രണയത്തിൻ്റെ കാര്യത്തിൽ 3-ാം ആഴ്ചയിൽ അസ്ഥിരതയുടെ സൂചനകൾ ഉണ്ടായിരിക്കുന്നു. ഈ ആഴ്ച തുറന്ന ആശയവിനിമയ ബന്ധങ്ങളിൽ പരസ്പര ധാരണ നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ രാഹുവിൻ്റെയും കേതുവിൻ്റെയും തുടർച്ചയായ സ്വാധീനം അക്കാദമിക് കാര്യങ്ങളിൽ സ്ഥിരമായ ശ്രദ്ധയും അച്ചടക്കവും ആവശ്യമായി വന്നേക്കും. ദോഷപരിഹാരങ്ങൾ നോക്കാം. പൂരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് 2025 മെയ് മാസത്തിലെ ദോഷങ്ങൾ കുറയ്ക്കുന്നതിന് കൂടുതൽ നല്ല ഫലങ്ങൾ നൽകുന്നതിനും ചില ദോഷപരിഹാരങ്ങൾ. ലക്ഷ്മി ദേവിയെയും സമ്പത്തിൻ്റെയും സന്താനങ്ങളുടെയും മറ്റ് ദേവതകളെയും ആദരിക്കുക. ധനാത്മക ഊർജവും ക്ഷേമവും ലഭിക്കാൻ ശിവലിംഗത്തിലൂടെ ശിവനെ പ്രാർത്ഥിക്കുക. സന്തോഷത്തിനും സമൃദ്ധിക്കും വേണ്ടി ജീവിതത്തിൽ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ മഞ്ഞ, വെള്ള, പിങ്ക്, ഇളം നിറങ്ങൾ ധരിക്കുക. പൂരം നക്ഷത്രത്തിനായി സമർപ്പിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥന നടത്തുക. തമിഴ്നാട്ടിലെ ശ്രീഹരി തീർത്ഥേശ്വര ക്ഷേത്രം പോലുള്ളവയിൽ അഭിഷേകവും അർച്ചനയും നടത്തുന്നത് പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. മാനസിക സന്തുലിതാവസ്ഥ ലഭിക്കാൻ രാഹുവിനും കേതുവിനുമുള്ള മന്ത്രങ്ങൾ ദിവസവും ജപിക്കുക. ആത്മീയ സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടി ശിവലിംഗത്തിൽ വെള്ളം സമർപ്പിച്ച് ശിവന് പ്രാർത്ഥിക്കുക. ശനിയാഴ്ചകളിൽ രാഹുവിന് കറുത്ത എള്ള്, ഭക്ഷണം എന്നിവ ദാനം ചെയ്യുക. തെരുവു നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് കേതുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വൈകാരിക സന്തുലിതാവസ്ഥ ലഭിക്കാൻ ധ്യാനം, ആത്മീയ വായന, ദാനധർമ്മം എന്നിവ ചെയ്യുന്നത് വളരെ നല്ലതാണ്. മാനസിക സ്ഥിരതയ്ക്ക് വെള്ളി മോതിരം ധരിക്കുന്നത് പരിഗണിക്കാവുന്നതാണ്. 2025 മെയ് മാസം പൂരം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് നിരവധി പ്രധാന ജ്യോതിഷ മാറ്റങ്ങൾ നടക്കുന്ന ഒരു മാസമാണ്. വ്യാഴം, രാഹു, കേതു, ശനി എന്നിവയുടെ സംക്രമങ്ങൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ കാര്യമായ സ്വാധീനം ചെലുത്തും. തൊഴിൽ, സാമ്പത്തികം, ബന്ധങ്ങൾ എന്നിവയിൽ പുതിയ അവസരങ്ങളും വെല്ലുവിളികളും ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. സ്വയം പരിചരണവും പ്രധാനമാണ്. നിർദ്ദേശിച്ചിട്ടുള്ള ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ഈ മാറ്റങ്ങളിൽ കൂടുതൽ ഫലപ്രദമായി തരണം ചെയ്യാൻ സാധിക്കും.